ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കുന്നത് 7th സ്റ്റാൻഡേർഡ് 7ാം ക്ലാസ്സിലെ ഗണിതം മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഭിന്നസംഖ്യകൾ എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഭാഗവും ഗുണനവുമാണ് ഇനി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭാഗവും ഗുണനവും എന്താണ് ഇവിടെ പഠിക്കാനുള്ളത് എന്ന് വെച്ചാൽ, ഇവിടെ 6 മീറ്റർ നീളമുള്ള നാട 2 സമഭാഗങ്ങളാക്കി. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? അപ്പോൾ 6 മീറ്റർ നീളമുള്ളൊരു ഒരു നാടയാണ് അല്ലേ. 6 മീറ്റർ നീളമുള്ള നാട എന്താക്കി? 2 സമഭാഗങ്ങളാക്കി, പകുതിയാക്കി അല്ലേ. അങ്ങനെയാണെങ്കിൽ 6 മീറ്ററിന്റെ പകുതി എത്രയാ? 3 അല്ലേ. അല്ലേ, 6ന്റെ പകുതി 3 അല്ലേ. അപ്പോൾ 6ന്റെ പകുതി പറയുമ്പോൾ 6 × 1/2 അല്ലേ. അപ്പോൾ 6ന്റെ പകുതി എത്രയാണ്? 3 അല്ലേ. ഓക്കെ, അപ്പോൾ 6 × 1 6/2, 6 ഹരിക്കണം 2 എത്രയാ? 3. ഓക്കെ, അപ്പോൾ 3 മീറ്റർ ആണ് അല്ലേ. അടുത്തത് എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. ഈ മടങ്ങ് പോലെ തന്നെയാണ് ഭാഗത്തെ നമ്മൾ കാണുന്നത് കേട്ടോ, ഗുണനായിട്ട് തന്നെ വരുന്നത് അല്ലേ. അതായത് മടങ്ങ് പോലെ തന്നെയാണ് ഭാഗത്തെയും ഗുണനമായാണ് നമ്മൾ എഴുതൽ കേട്ടോ. അപ്പോൾ 6 മീറ്റർ നാട 3 സമഭാഗങ്ങളാക്കിയാലെന്ന് വെച്ചു അല്ലേ. അപ്പോൾ 6 × 3 സമഭാഗങ്ങളല്ലാക്കുന്നത് അപ്പോൾ 1/3 അല്ലേ. അപ്പോൾ 6 × 1/3 പറയുമ്പോൾ 6/3 2 മീറ്റർ അല്ലേ. 6 ഹരിക്കണം 3 പറയുമ്പോൾ 2. അപ്പോൾ ഗുണനായി എഴുതിയാൽ 6 × 1/3 = 2. ഓക്കെ, 2 മീറ്റർ നീളമുള്ള നാടയാണ് 3 സമഭാഗങ്ങളാക്കിയത് എങ്കിലോ 2 മീറ്റർ ആണെങ്കിൽ അല്ലേ. അപ്പോൾ 2 × 3 സമഭാഗങ്ങളല്ലേ. അപ്പോൾ 2 × 1/3 എന്ന് എഴുതാം. അപ്പോൾ 2 × 1/3 എന്ന് എഴുതാം. അപ്പോൾ 2 × 1 2 അല്ലേ. അപ്പോൾ 2/3 അല്ലേ. അപ്പോൾ 2/3 മീറ്റർ ആണ് അല്ലേ വരുന്നത്. പിന്നെന്താ, അപ്പൊ 2 മീറ്റർ നീളമുള്ള നാട 3 സമഭാഗങ്ങളാക്കിയല്ലേ. അപ്പൊ 2 × 1/3 അല്ലേ. അപ്പൊ 2 മീറ്ററിന്റെ 1/3 ഭാഗം എന്ന് പറയുക എത്രയാ? 2 × 1/3 എന്ന് പറയുമ്പോൾ 2 × 1 2/3 അല്ലേ. അപ്പൊ 2/3 മീറ്റർ ആണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. 5 കിലോഗ്രാമിൽ കാൽഭാഗം എത്രയാന്ന് ചോദിച്ചത്. അപ്പൊ 5 × 1/4 എഴുതുക അല്ലെ. അപ്പൊ 5 × 1/4 പറയുമ്പോ 5 × 5ന്റെ കാൽഭാഗം എന്ന് പറയുമ്പോ എത്രയാ? 5 × 1/4 അല്ലേ. അപ്പൊ 5 × 1/4 എന്ന് പറയുമ്പോ എന്താ? 5 × 1/4 അല്ലേ. 5/4 അല്ലേ. 5/4 ടീച്ചർ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ മാതിരി ചെയ്യാം അല്ലെ. എങ്ങനെയാണ്? 5/4 നമുക്ക് 5 ഹരിക്കണം 4 എഴുതുക. അപ്പൊ എന്താണ്? 5ൽ എത്ര? 4 ഉണ്ട്, 1 അല്ലേ. ഒരു 4 പിന്നെ 5 4 പോയ എത്രയാണ്? 1 അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാൻ പഠിപ്പിച്ചെന്ന ടീച്ചർ? ആദ്യം മുകളിലത്തെ സംഖ്യ ആദ്യം എഴുതുക, പിന്നെ നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ ഈ അടിയത്തെ സംഖ്യ ആദ്യം എഴുതുക, മുകളിൽ എഴുതുക, പിന്നെ ഈ സൈഡിലത്തെ സംഖ്യ അടിയിൽ എഴുതുക അല്ലേ. അപ്പോൾ 1/4 അല്ലേ. 1/4 അല്ലേ. അതല്ലേ അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1/4 കിലോഗ്രാം ആണ് അല്ലേ. ഇനി ഇവിടെ ചോദ്യം നോക്കൂ എന്താണെന്നുള്ളത്. മനക്കണക്കായി കണ്ടുപിടിക്കാന്നാ പറഞ്ഞല്ലേ. അപ്പൊ 9 ലിറ്റർ പാൽ 3 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാൽ കിട്ടുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 9 ലിറ്റർ പാലല്ലേ, 3 കുട്ടികൾക്കല്ലേ. അപ്പൊ 9/3 അല്ലേ. അപ്പൊ 9/3 എന്ന് പറയുമ്പോ എത്രയാണ്? 9/3 എന്ന് പറയുമ്പോ 9/3 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 9/3 നമ്മൾ എങ്ങനെ ആക്കുക? 3 ആൾക്കാർക്കാണ് വീതിച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനെ ആവുമ്പോ എന്താണ്? ഒരു എത്ര ലിറ്റർ പാല് കിട്ടും ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ 9 ഹരിക്കണം 3 ചെയ്യാം നമുക്ക്. 9 ഹരിക്കണം 3 എത്രയാ? 3 അല്ലേ. അപ്പൊ നമുക്ക് എത്ര, ഒരു കുട്ടിക്ക് എത്ര കിട്ടുക? 3 3 9 അല്ലേ. അപ്പൊ നമുക്ക് എത്ര എഴുതാ? 3 ലിറ്റർ അല്ലേ. 3 ലിറ്റർ പാല്. അതിനാണ് 4 പേർക്ക് വീതിക്കുന്നതെങ്കിൽ 9 ലിറ്റർ പാല് 4 പേർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം? 9/4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 9/4 എന്ന് എഴുതാം. അപ്പൊ 9/4 നമുക്ക് എങ്ങനെ എഴുതാം? 9 ഹരിക്കണം 4 ചെയ്ത് നോക്കാം. 9 ഹരിക്കണം 4 ചെയ്യാം. അപ്പം 2 4 8 അല്ലേ. അപ്പം പിന്നെ 9 8 പോയാലും 1 അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം? ഈ മുകളിലത്തെ സംഖ്യ ആദ്യം എഴുതാം അല്ലേ. 2 പിന്നെ നടുക്കായിട്ട് വരയ്ക്കുക. അടിയിലുള്ള സംഖ്യ ഏതാ? 1 പിന്നെ ഇത് സൈഡിലുള്ള സംഖ്യ 4 അല്ലേ. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 4 പേർക്ക് തിരിച്ചാൽ ഒരാൾക്ക് 2.25 ലിറ്റർ പാല് കിട്ടും അല്ലേ. മനസ്സിലായല്ലോ. അപ്പം 9 ലിറ്റർ പാല് 3 കുട്ടികൾക്ക് പറയുമ്പോൾ 9/3, 4 കുട്ടികൾക്കാണെങ്കിൽ 9/4. ഓക്കെ, അങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക കേട്ടോ. അടുത്ത് 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കി. 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കി പറയുമ്പോൾ എങ്ങനെ എഴുതാ? 6/5 എന്ന് എഴുതാം അല്ലെ. 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള സഞ്ചിയിലാക്കി പറഞ്ഞാൽ 6/5 അല്ലെ. ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരി ഉണ്ട്? 6/5 അല്ലെ. അപ്പൊ 6/5 നമുക്ക് എങ്ങനെ എഴുതാം? ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 6 ഹരിക്കണം 5 ചെയ്യുക.
അപ്പോൾ 1, അപ്പോൾ 1 5 5 അല്ലേ. അപ്പോൾ 6 5 പോയാൽ 1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മുകളിലത്തെ സംഖ്യ ആദ്യം എഴുതാം 1 അല്ലേ. പിന്നെ ഈ അടിയിലുള്ള സംഖ്യ എന്താ 1 അല്ലേ, ബൈ 5 അല്ലേ. അപ്പോൾ 1/5 കിലോഗ്രാം അരി കിട്ടും അല്ലേ. ദെൻ 4 സഞ്ചികളിലാക്കിയാലോ എന്ന് ചോദിച്ചത് എന്താണ്? ഓരോ 5 സഞ്ചിയിലാക്കിയാൽ 1/5 അല്ലേ. ഇനി 4 സഞ്ചിയിലാക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ 6 കിലോഗ്രാം അരിയല്ലേ ഇത്. അപ്പോൾ 6/4 എന്ന് എഴുതാം നമുക്ക് അല്ലേ. 6/4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 6/4 ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? 6 ഹരിക്കണം 4 ചെയ്ത് നോക്കാം. 6 ഹരിക്കണം 4 ചെയ്ത് എങ്ങനെ കിട്ടും? 1 4 4 അല്ലേ. അപ്പോൾ 6 4 പോയാൽ 2 അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ടത് മുകളിലത്തെ അത് ആദ്യം എഴുതുക, പിന്നെ നടുക്കുള്ളത് നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ അടിയത്തെ സംഖ്യ ആദ്യം എഴുതുക, പിന്നെ സൈഡത്തെ ഇവിടെ എഴുതുക അല്ലേ. അപ്പോൾ 1 2/4 എഴുതുക അല്ലേ. അപ്പോൾ നമുക്ക് 1 ഈ 2നെയും 4നെയും പകുതി ആക്കിയൂടെ? ആക്കാം അല്ലേ. അപ്പോൾ 2ൻ്റെ പകുതി എത്രയാ? 1. 4ൻ്റെ പകുതി എത്രയാ? 2. അപ്പോൾ 1.5 കിലോഗ്രാം അരിയാണ് എന്ത് 4 സഞ്ചിയിലാക്കിയാൽ കിട്ടുക കേട്ടോ. ഓക്കെ, 1.5 കിലോഗ്രാം അരിയാണ് എന്ത് കിട്ടുക? ഈ 4 സഞ്ചിയിലാക്കിയാൽ കിട്ടുക. ഓക്കെ, അടുത്തത് എന്താണ്? 7 മീറ്റർ നീളമുള്ള ചരട് 6 സമഭാഗങ്ങളാക്കി. ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 7 മീറ്റർ നീളമുള്ള ചരട് 6 സമഭാഗങ്ങളാക്കിയാൽ 7 മീറ്റർ നീളമുള്ള ചരടല്ലേ. അപ്പോൾ 7 എന്ന് അത് എഴുതുക. പിന്നെ എത്ര സമഭാഗങ്ങളാക്കി? 6 സമഭാഗി. അപ്പോൾ അടിയിലേക്ക് 6 എന്ന് എഴുതുക. ഓക്കെ, പിന്നെന്താണ്? ഒരു കഷ്ണത്തിന്റെ നീളം എത്രയാണ്? 7/6 മീറ്റർ അല്ലേ. 3 സമഭാഗങ്ങൾ ആക്കിയാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 7/6 നമുക്ക് എന്താക്കാം? അങ്ങനെ ചെറുതാക്കാം അല്ലേ. എത്ര ഇതുള്ളത്? അപ്പോൾ 7 ഹരിക്കണം 6, 1 6 6, അതിൽ നിന്ന് 6 പോയാൽ 1 അല്ലേ. അപ്പം 7/6 നമുക്ക് എങ്ങനെ എഴുതാം? 1 പിന്നെ 1/6 അല്ലേ. ഇത്രയും എന്താണ് കിലോഗ്രാമാണ് അല്ലേ. അല്ല സോറി, എന്താ മീറ്റർ നീളമുള്ള ചരടല്ലേ. അപ്പം ഇത്രയും മീറ്ററാണ് വരുന്നത് കേട്ടോ. ഇനി എന്താ 3 സമഭാഗങ്ങൾ ആക്കിയാലോ ചോദിച്ചല്ലേ. അപ്പോൾ 7 /7/3 ചെയ്യാം അല്ലേ. അപ്പോൾ 7/3 പറയുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം, ഹരിച്ച് നോക്കുക. 7 ഹരിക്കണം 3 അല്ലേ. അപ്പോൾ 2 3 6, 7 6 പോയാൽ 1 അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? മുകളിലത്തെ സംഖ്യ ഏതാ? 2 എന്ന് അങ്ങനെ എഴുതുക. പിന്നെ നടുക്കൊരു വര വരയ്ക്കുക, അടിയിലത്തെ സംഖ്യ ആദ്യം എഴുതുക, പിന്നെ 2 അടി സൈഡത്ത് അല്ലേ 3 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 1/3 മീറ്റർ നീളമുള്ള ചരട് കിട്ടി അല്ലേ. 3 സമഭാഗങ്ങൾ 7 മീറ്റർ നീളമുള്ള ചരട് 3 സമഭാഗങ്ങൾ ആക്കിയാൽ എന്താണ്? 2 1/3 മീറ്റർ കിട്ടി. ഓക്കെ, ദെൻ പിന്നെന്താണ്? ഭാഗങ്ങൾ കണക്കാക്കാനുള്ള ക്രിയാരീതികൾ നോക്കാം അല്ലേ. 8ന്റെ 1/4 ഭാഗം എന്ന് പറയുമ്പോൾ 8 × 1/4 പറയുമ്പോൾ 8/4 അല്ലേ. 8/4 പറഞ്ഞാൽ എത്രയാണ്? 8 ഹരിക്കണം 4 2 അല്ലേ. 8ന്റെ 3/4 പറയുമ്പോൾ 8 × 3/4 രണ്ടും ഗുണിച്ചു കൊടുത്താൽ മതി അല്ലേ. ഭാഗം എന്ന് പറഞ്ഞാലും മടങ്ങ് പറഞ്ഞാലും രണ്ടും ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ 3/4 അല്ലേ. ദെൻ 8നെ 4 സമഭാഗങ്ങളാക്കിയാൽ വെച്ചാൽ എന്താ? 8 × 1/4 അല്ലേ. അപ്പോൾ 8/4 അല്ലേ. ഇനി 9ന്റെ 3/4 ഭാഗം എന്ന് പറഞ്ഞാലോ 9ന്റെ 3/4 പറയുമ്പോൾ 9 × 3/4 അല്ലേ. അപ്പോൾ 9 × 3 21/4 27 അല്ലേ. 9 × 3 പറഞ്ഞാൽ 27. അപ്പോൾ 27/4 അല്ലേ. 27/4 പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ ഈ ഡിവൈഡ് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് എന്താക്കുക? 6 3/4 എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ഈ ഇങ്ങനത്തെ വലിയ ഇതിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ എന്താക്കുക? ടീച്ചർ ഡിവൈഡ് ചെയ്ത് തന്ന ആ മെത്തേഡിലേക്ക് തന്നെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ദെൻ ഇനി കണക്ക് നോക്കിയേ. 7 മീറ്റർ നീളമുള്ള ഒരു ചരടിൻ്റെ 3/5 ഭാഗം മുറിച്ചെടുക്കണം. 7 മീറ്റർ നീളമുള്ള ഒരു ചരടിൻ്റെ 3/5 ഭാഗം മുറിച്ചെടുക്കണം. ഇത് എത്ര മീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 7 × 3/5 ആണ് അല്ലേ. അപ്പോൾ 7 × 3/5 പറഞ്ഞാൽ എത്രയാണ്? 7 3 21 അല്ലേ. 21/5. 21/5 നമുക്ക് എങ്ങനെ എഴുതാം? 21 ഹരിക്കണം 5 അല്ലേ. 21/5 ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാ? 4 5 20 അല്ലേ. 4 5 20. അപ്പോൾ 1 0 പോയാൽ 1 തന്നെ. 2 2 പോയാൽ 0 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് മുകളിലത്തെ സംഖ്യ ആദ്യം എഴുതുക അല്ലേ. 4 പിന്നെ നടുക്കൊരു വര വരയ്ക്കുക, ഈ അടിയിലുള്ള സംഖ്യ എഴുതുക, പിന്നെ ഈ സൈഡിലുള്ള ഈ സംഖ്യ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് 4 1/5 അല്ല ഇവിടെ വരുന്നത്. 21/5 ചെയ്താൽ
അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സുഖം, ഇങ്ങനെയാണ് ചെയ്യാൻ സുഖം, നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഈ മെത്തേഡിൽ ഒരു പറയുമ്പോൾ എന്താണ് 21/5 20+1/5 എഴുതുക. 20ൻ്റെ 20/5 + 1/5 എഴുതുക. 20/5 എന്ന് പറഞ്ഞാൽ 4ആണ്, പിന്നെ 1/5 അങ്ങനെ എഴുതുക, ഇങ്ങനെ എഴുതുക കേട്ടോ. ദെൻ അപ്പോൾ 4 1/5 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എന്താ പറയുക, 4 മീറ്ററും 1/5 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്, 1 മീറ്റർ എത്ര സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ 100/5 ചെയ്യാം, അപ്പോൾ 20 അല്ലേ. അപ്പോൾ 4 മീറ്റർ 20 സെൻറ്റിമീറ്റർ എന്നും പറയാം. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം നോക്കൂ. ഈ കണക്കുകൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ഇതിൽ 3/5 ഭാഗം പെൺകുട്ടികളാണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുള്ളത്, 35 കുട്ടികളാണുള്ളത് അല്ലേ. അപ്പോൾ 35 കുട്ടികളുണ്ടെങ്കിൽ ഇതിൽ 3/5 ഭാഗം പെൺകുട്ടികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 35 ഇൻറ്റു മൊത്തം എന്താണ് 35 കുട്ടികളുണ്ട്. അതിൽ 3/5 ഭാഗം എന്താണ് പെൺകുട്ടികളാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പെൺകുട്ടികൾ എത്ര ഉണ്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ 3/5 ഇൻറ്റു ചെയ്യാം, 35 ഇൻറ്റു 3/5 ചെയ്യാം. അപ്പോൾ എത്ര പെൺകുട്ടികളുണ്ട് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, ഇത് ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യാം. 35 മുകളിലാണ്, 5 താഴെയാണ് അല്ലേ. അപ്പോൾ 5ൽ എത്ര 35ൽ എത്ര 5 ഉണ്ട് നോക്കുക. എത്രയാണുള്ളത്, 5ൽ 1 ഇവിടെ 7 അല്ലേ. 7 5 35 അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ 7 × 3 21 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് വേറെ മെത്തേഡിൽ ഏതാ ചെയ്യാൻ പറ്റുക, 35 ഇൻറ്റു 3/5 അല്ലേ. 35 ഇൻറ്റു 3/5 എന്താണ് 35 × 3 ചെയ്യാം. 35 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 3 15, പിന്നെ 3 9 105 അല്ലേ. 105 വരും. 105/5. ഓക്കെ. 105/5 എന്നിട്ട് എന്താക്കുക, 105 ഹരിക്കണം 5 ചെയ്ത് നോക്കുക. 105 ഇപ്പോൾ 105 ഹരിക്കണം 5 എത്രയാ, 2 5 10. ഓക്കെ. ഇനി 10 പോയാൽ 0, പിന്നെ 5 ഇറക്കിയത്, പിന്നെന്താണ് 5ൽ എത്ര 5 ഉണ്ട്, 1 അല്ലേ. 5 5 പോയാൽ 0. ഓക്കെ. അപ്പോൾ ഇതാണ് 21. നേരത്തെ നമുക്ക് 21 തന്നെയല്ലേ കിട്ടിയത്. ആ ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്തപ്പോൾ 21 തന്നെ, ഇത് ചെയ്താൽ 21 തന്നെ. നിങ്ങൾക്ക് ഏതാ എളുപ്പം വെച്ചാൽ ചെയ്യാം കേട്ടോ. ദെൻ അപ്പോൾ എത്ര പെൺകുട്ടികളുണ്ട്, 21 പെൺകുട്ടികളുള്ളത് അല്ലേ. ദെൻ അടുത്ത ചോദ്യം എന്താണ്, 10 കിലോഗ്രാം അരി 8 സഞ്ചികളിൽ ഒരുപോലെ നിറച്ചു. 10 കിലോഗ്രാം അരി എന്താണ് 8 സഞ്ചിയിൽ എന്താണ് ഒരുപോലെ നിറച്ചു അല്ലേ. അപ്പോൾ 10/8 അല്ലേ. അതിൽ 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ എത്ര കിലോഗ്രാം ആയി അല്ലേ. 10 കിലോഗ്രാം അരി 8 സഞ്ചിയിലാക്കി നിറച്ച് അതിൽ 3 സഞ്ചിയിലെ അരി എന്താണ് ഒന്നിച്ചെടുക്കുക. അപ്പോൾ 10/8 എന്താണ് 10/8 അല്ലേ. അപ്പം 10 കിലോഗ്രാം അരി 8 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ 10/8 കിലോഗ്രാം ഉണ്ടാവും അല്ലേ. അതിൽ 3 സഞ്ചി കൊണ്ട് എടുത്താലെന്ന് പറഞ്ഞാൽ എത്ര, 10/8 × 3 ചെയ്യുക അല്ലേ. അപ്പം 30/8 അല്ലേ. 30/8 എന്ന് എഴുതാം. 10 × 3 30/8 അല്ലേ. 30 ഹരിക്കണം 8 എത്രയാണ്, നമുക്ക് എന്തിനാ പകുതിയാക്കാൻ കഴിയുമോ നോക്കാം. എന്നിട്ട് പകുതി ആക്കിയിട്ട് നമുക്ക് എന്താ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 30 പകുതിയാക്കാം 15, 8നെയും പകുതിയാക്കാം 4 അല്ലേ. അപ്പോൾ 15/4 അല്ലേ. 15/4 എന്ന് എഴുതാം. നേരത്തെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്താലും പറ്റും കേട്ടോ. ഇനി 15 ഹരിക്കണം 4 ചെയ്ത് നോക്കാം. 15 ഹരിക്കണം 4 അപ്പോൾ എത്രയാ, 3 4 12 അല്ലേ. 3 4 12. അപ്പം 5 2 പോയാൽ 3. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഈ 15/4 നമുക്ക് എങ്ങനെ എഴുതാം. അപ്പോൾ 3, പിന്നെ അടിയിലെ സംഖ്യ ഏതാ 3 അല്ലേ. 3 പിന്നെ 4. അപ്പോൾ 3/4 കിലോഗ്രാം അരിയാണ് എന്ത്, 3/4 കിലോഗ്രാം അരിയാണ് എന്ത് വരിക, ഒന്നിച്ചെടുത്തല്ലേ. 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ എത്രയായി, 3/4 കിലോഗ്രാം അരിയാവും കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്, ചിത്രത്തിലെ ചതുരത്തിന്റെ പരപ്പളവ് 27 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്താണ് 27 ചതുരശ്ര സെന്റിമീറ്റർ ആണ് കിട്ടുന്നത് അല്ലേ. അതിനെ ഒരുപോലെയുള്ള 9 സമൂഹങ്ങൾ ആക്കിയിരിക്കുന്നു. കണ്ടോ, 9 എണ്ണം ആക്കിയിരിക്കുന്നു. നിറം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിറം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്രയാണ്,
അപ്പൊ എന്താണ് ഇവിടെ പരപ്പളവ് 27 ചതുരശ്ര സെന്റിമീറ്റർ ഉണ്ട്. ഈ നിറം ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്ര വെച്ചാൽ അപ്പൊ നമുക്ക് ആദ്യം എന്താക്കുക, ഒന്നിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. അപ്പൊ ഒന്നിന്റെ എന്താ 9 സമഭാഗങ്ങളല്ലാക്കിയത് 27/9 ചെയ്യാം. അപ്പൊ 27/9 എത്രയാണ്? 3 ആണ് അല്ലെ. അപ്പൊ ഒന്നിന്റെ എത്രയാണ് ഇവിടെ? 3 അല്ലെ. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും 3 അല്ല, ഇത് 3 ഇത് 3 ഇത് 3 ഇത് 3 ഒക്കെ 3 ആണ് അല്ലെ. അപ്പൊ നിറം ഘടിപ്പിച്ചിരിക്കുന്ന എത്രയാണ്? 1 2 3 4 5 എണ്ണത്തിനാണ് നിറം ഘടിപ്പിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ 5 × 3 എത്രയാ? 15 അല്ലെ. അപ്പൊ 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് അല്ലെ, ചതുരശ്ര സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും എന്ത് ഈ 5 നിറം ഘടിപ്പിച്ചിരിക്കുന്നതിന്റെ പരപ്പളവ്. ഓക്കെ. ദെൻ അടുത്ത എന്താണ്? ഭാഗത്തിന്റെ ഭാഗമാണ്. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.